മോട്ടീവ് ലാബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തിരുന്നു, സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളത്. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് സെക്കൻഡ് ചാപ്റ്റർ എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്? സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് എടുത്തിരുന്ന പോർഷൻസ് CBSEയുടെ പുതിയ റൂൾ അനുസരിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് അത് ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് പാരാമാഗ്നറ്റിക് നേച്ചർ, ഡയാമാഗ്നറ്റിക് നേച്ചറൊക്കെ പഠിച്ചല്ലോ. അങ്ങനെ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചത് ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച ആ പോർഷൻസ് ലാസ്റ്റ് എപ്പിസോഡ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കണം എന്നില്ല. കാരണം അത് സിലബസിൽ നിന്ന് ഇത്തവണത്തെ സാഹചര്യത്തിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലും ചെറിയൊരു പോർഷൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം ഒന്നുകൂടി പറയുന്നത്, ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, നമ്മുടെ ലൈഫുമായി കൂടുതൽ ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണെന്ന് പറയാൻ പറ്റും, സൊല്യൂഷൻസ്. അപ്പോൾ അതും ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് പോർഷൻസ് കവർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്തായിരുന്നു പഠിച്ചത്? സോളിഡ്സ് ആയിരുന്നു അല്ലേ? ഇതൊക്കെ മാറ്ററിൻ്റെ ഓരോ സ്റ്റേറ്റ്സ് ആണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ളത്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒന്നുമായി ക്ലോസ്ലി റിലേറ്റഡ് ആണ് ഈ സൊല്യൂഷൻസ് പലതരത്തിലുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ അത് സെക്കൻഡ് സ്റ്റേറ്റുമായിട്ട് വേണമെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സൊല്യൂഷൻസിന് എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം? അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സറാണ്, പ്യുവർ സാധനം അല്ലാന്ന്. നമ്മുടെ ലൈഫിൽ ശരിക്കും പ്യുവർ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. പ്യുവറായിട്ടൊരു സാധനം ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. എല്ലാം മിക്സറായിരിക്കും. രണ്ടോ അതിലധികമോ കമ്പോണൻസ് ചേർത്തിട്ടായിരിക്കും, സാധനങ്ങൾ ചേർത്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കോമ്പോസിഷൻ മാറുന്നതനുസരിച്ച് ഓരോ കമ്പണൻറ്റും ഓരോ സാധനങ്ങളുടെയും അളവുകൾ, കോമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അളവ് മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ നേച്ചറും മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് കോപ്പറിൻ്റെ കൂടെ നമ്മൾ സിങ്ക് ആഡ് ചെയ്യുമ്പോഴാണ്, കോപ്പറും സിങ്ക് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ പിച്ചള എന്നൊക്കെ ഓരോ സ്ഥലത്ത് പല പേരിലാണ് പറയുന്നത്, ആ മെറ്റൽ കിട്ടുന്ന, ആ അലോയ് കിട്ടുന്നത്. പിത്തളയുടെ ഒരുപാട് സാധനങ്ങളുണ്ട്, ലോക്ക്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, പ്ലംബിംഗ് ഐറ്റംസ്, അതുപോലെ തന്നെ മറൈൻ ഹാർഡ്വെയർസ്, ഇങ്ങനെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഇങ്ങനെ പല പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെറ്റൽ, ഈ പിത്തള ഉപയോഗിക്കാറുണ്ട്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ ബ്രാസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, പിത്തള, ബ്രാസ്. ഈ ബ്രാസ് ഉണ്ടാക്കുന്നത് കോപ്പറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? സിങ്ക് ആഡ് ചെയ്യുന്നതാണ്. ഈ കോപ്പറിലേക്ക് സിങ്കിന് പകരം നമ്മൾ ടിന്നാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബ്രാസിന് പകരം ബ്രോൺസ് ആണ് കിട്ടുന്നത്, വെങ്കലം. മെഡലൊക്കെ പറയുമ്പോൾ നമ്മൾ പറയൂലേ, ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്നാണ് പറയുന്നത് അല്ലേ? വെങ്കല മെഡൽ കിട്ടിയെന്ന് പറയില്ലേ? ആ വെങ്കലം എന്ന് പറയുന്ന ആ ബ്രോൺസ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സിങ്കിനകത്തേക്ക് നമ്മൾ ടിൻ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവിടുത്തെ കമ്പോണൻസ് എന്തൊക്കെയാണ്? കോപ്പറും ടിന്നുമാണ്. പക്ഷെ ബ്രാസ് അങ്ങനെയല്ല. ബ്രാസിൻ്റെയൊക്കെ ഓട്ടുപാത്രങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. ഈ പിന്നെ ബ്രാസിൻ്റെ ഒരുപാട് പാത്രങ്ങൾ, പിത്തള പാത്രങ്ങൾ വീടുകളിലൊക്കെ ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കിൻ്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? കോപ്പറിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നത്? സിങ്കാണ് ആഡ് ചെയ്യുന്നത്. ഇനി കോപ്പറിൻ്റെ കൂടെ സിങ്കും ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് നിക്കലും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ സിൽവർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ജർമ്മൻ സിൽവർ. ഞാൻ പറഞ്ഞു വന്നത്, കോപ്പറിൻ്റെ കൂടെ നമുക്ക് സിങ്ക് ആഡ് ചെയ്യാം, കോപ്പറിൻ്റെ കൂടെ ടിൻ ആഡ് ചെയ്യാം, കോപ്പറിൻ്റെ കൂടെ സിങ്കും അതുപോലെ തന്നെ എന്താ പറയുക, നിക്കലും ആഡ് ചെയ്യാം. ഇങ്ങനെ പല കമ്പോണൻസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കോമ്പോസിഷൻസ്, അതിൻ്റെ അളവ് മാറുന്നതനുസരിച്ച് നമുക്ക് പല മെറ്റീരിയൽസാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു മിക്സർ നമ്മുടെ ലൈഫിൽ എല്ലാം അങ്ങനെ ആ അളവിന് വലിയ പ്രാധാന്യമുണ്ട്. എത്ര ചേർക്കുന്നു, എന്ത് ചേർക്കുന്നു എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ നോക്കാനായിട്ട് ഇപ്പോൾ അതൊരു കോമൺ പ്രോസസ്സായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ബ്ലഡ് ചെക്ക് ചെയ്യാറുണ്ടാവും ഇടയ്ക്ക് അല്ലേ? അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കമ്പോണൻസ് എഴുതിയിട്ടുണ്ടാവും, എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇപ്പോൾ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളാണെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ സാധനമാണ് ചെക്ക് ചെയ്യുന്നത്. അതിനകത്ത് LDL ഉണ്ടാവും, HDL ഉണ്ടാവും, ട്രൈഗ്ലിസറൈഡ് ഉണ്ടാവും, ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ഫാസ്റ്റിങ്ങിലൊക്കെ ഷുഗർ ചെക്ക് ചെയ്യും അല്ലേ? അപ്പോൾ ഓരോ കമ്പോണൻസിൻ്റെ പേര്, ബ്ലഡ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് അതൊരു മിക്സറാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, എത്ര വീതമാണ് ഉള്ളത്, ഇത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ ആ കമ്പോണൻസും അതുപോലെ തന്നെ കമ്പോണൻസിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ
ബോട്ടിൽ വാട്ടർ വാങ്ങുമല്ലോ കുടിക്കാനായിട്ട്. അതിൻ്റെ പുറത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് എത്ര വീതമാണ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കുടിക്കുന്ന വെള്ളം പ്യുവർ വാട്ടർ അല്ല, H2O മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ അതിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതല്ലല്ലോ, അതിനകത്ത് അയോൺസ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിന് ഗുണകരമായ ഒരു പർട്ടിക്കുലർ അളവിലുള്ള അയോൺസും ഉണ്ടാവും അതിനകത്ത് ബൈകാർബണേറ്റ്സ് എത്രയാണ്, ഫ്ലൂറൈഡ്സ് എത്രയാണ്, സൾഫേറ്റ്സ് എത്രയാണ്, ഇങ്ങനെ എന്തൊക്കെ ആനയോൺസ് എത്ര വീതം ഉണ്ട് എന്നുള്ളത്. കാറ്റയോൺസിൻ്റെ കേസ് വരുമ്പോൾ കാൽഷ്യം എത്രയുണ്ട്, മഗ്നീഷ്യം എത്രയുണ്ട്, സോഡിയം എത്രയുണ്ട്, അയൺ എത്രയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനകത്തുള്ള അത് പിന്നെ വാട്ടറിൻ്റെ കേസ് മാത്രമല്ല കേട്ടോ, കുക്കിംഗ് ഓയിൽ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഇപ്പോൾ ഓയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ട്രാൻസ് ഫാറ്റ് എത്രയുണ്ട്, പ്യുവർ ഫാറ്റ് എത്രയുണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് എത്രയുണ്ട്, പ്രോട്ടീൻ എത്രയുണ്ടെന്നൊക്കെ ഇങ്ങനെ അളവുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ മിക്സറാണ്. നമ്മൾ കുക്കിംഗ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ഓയിലല്ല, അല്ലെങ്കിൽ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ബ്ലഡ് അല്ലല്ലോ. അതിനകത്ത് ഒരുപാട് കമ്പോണൻസ് ചേരുമ്പോഴാണ് അത് ബ്ലഡ് ആകുന്നത്. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് അയോൺസ്, ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാട്ടർ ആണെങ്കിലും അതിനകത്ത് ഒരുപാട് അയോൺസ് എക്സ്ട്രാ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വാട്ടറിൽ ഇതിന് അളവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അളവ് വേരിയേഷൻ വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ അളവ് അത് 1 ppm ആണെങ്കിൽ, പാർട്സ് പെർ മില്യൺ, അത് നിങ്ങൾ അതിൻ്റെ അളവ് എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. 1 ppm ആണ് എന്നുണ്ടെങ്കിൽ, ഈ ഫ്ലൂറൈഡ് അയോണിൻ്റെ അളവ് വെള്ളത്തിൽ 1 ppm ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ്, പല്ലിന് നല്ലതാണ്. ഈ പല്ല് ചീത്തയുക, കൊഴിയുക പോലുള്ള അസുഖങ്ങളിൽ നിന്ന് പല്ലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് വേണം. ഫ്ലൂറൈഡ് നമ്മുടെ ശരീരത്തിന് വേണം. പക്ഷെ അതിൻ്റെ അളവ് 1.5 ppm ആയാൽ അതെന്ത് പറ്റും? അപ്പോൾ പല്ലിൽ കറ വരാൻ തുടങ്ങും. മഞ്ഞ കളർ പിന്നെ കറയുണ്ടല്ലോ, കറ വരും. അതുപോലെ തന്നെ മഞ്ഞ ഡോട്ട് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് പല്ല് കൊഴിയുന്നതിന് പിന്നെ പല്ല് ചീത്തയാകുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ 1 ppm പല്ലിന് വേണം. പല്ലിനെ ടൂത്ത് ഡീക്കേയിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നത് ആ ഫ്ലൂറൈഡാണ്. അതുകൊണ്ടാണ് ചില പേസ്റ്റിനൊക്കെ പരസ്യത്തിൽ ഫ്ലൂറൈഡ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പരസ്യത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കാറില്ല. എന്തിനാണ്? അതിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ അത് പല്ലിനെ ശക്തിപ്പെടുത്തും. പക്ഷേ 1.5 ആയാലോ, 1 ppmന് പകരം 1.5 ppm ആയാലോ അവിടെ കറ വീഴും. അതിലും കൂടുതലാണെങ്കിലോ ഫ്ലൂറൈഡ് ഭയങ്കര ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ പോയിസൺ ആണ് ശരിക്കും. അതായത് ഈ എലീനെ കൊല്ലാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എലിവിഷം ഉണ്ടല്ലോ, എലിവിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഫ്ലൂറൈഡാണ്. അതായത് ആ ഫ്ലൂറൈഡാണ് അവിടെ ഡേഞ്ചറായിട്ട് വരുന്നത്. അപ്പോൾ ആ ഫ്ലൂറൈഡിൻ്റെ അയൺ വെള്ളത്തിൽ കൂടുതലാണ് എങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്താണ്? ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ കോൺസെൻട്രേഷൻ, ഓരോ കമ്പണൻസ് എന്താണ്, അത് എത്ര വീതം ഉണ്ട് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ സൊല്യൂഷൻസിൻ്റെയും കോൺസെൻട്രേഷനുമായി നല്ല ധാരണയില്ലെങ്കിൽ അത് ചിലപ്പോൾ ശരീരത്തിന് വലിയ ഡേഞ്ചറൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മൾ ഇൻട്രാവീനസ് ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുമല്ലോ, വെയിൻസിലേക്ക് നേരിട്ട് നമ്മൾ ഇഞ്ചെക്ഷൻ നേരിട്ട് കുത്തിവെക്കുമല്ലോ ഞരമ്പിലേക്ക്. അങ്ങനെ കുത്തിവെക്കുന്നതിന് മുമ്പ് സിസ്റ്റർമാർ ആ ഇഞ്ചെക്ഷൻ്റെ മരുന്നിനെ ഒരു സാൾട്ടുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് കുലുക്കിയിട്ട് ആണ് സിറിഞ്ചിനകത്ത് നിറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? ബ്ലഡ് പ്ലാസ്മയുടെ കോൺസെൻട്രേഷനുമായിട്ട്, അതിൻ്റെ സലൈനിറ്റുമായിട്ട്, അതിൻ്റെ നേച്ചറുമായിട്ട് ഈ കൊടുക്കുന്ന മരുന്നിന് ആദ്യം ഒരു മാച്ച് ചെയ്തിട്ട് വേണം അതെന്ത് ചെയ്യാനായിട്ട്, ഈ ബ്ലഡ് പ്ലാസ്മയിലേക്ക്, ബ്ലഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട്. എങ്കിലും അവിടെ മാച്ചിങ് നടക്കുള്ളൂ, ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ, സൊല്യൂഷൻസിലുള്ള കമ്പോണൻസ്, അതിൻ്റെ അളവ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെയൊക്കെ ലൈഫിലുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ചായ തിളപ്പിക്കാറുണ്ടല്ലോ, ചായ ഉണ്ടാക്കുന്ന എങ്ങനെ, ഒരു കട്ടൻ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വെള്ളം അല്ലെ, പ്യുവർ വാട്ടറാണ്. അതിനകത്തേക്ക് നമ്മൾ തേയില ഇടുകയാണ്. തേയില ഇടുന്നതിന് ഒരു അളവുണ്ട് അല്ലേ, അതൊരു കമ്പണൻ്റാണ്. സെക്കൻഡ് കമ്പണൻ്റ് എന്താണ്? ഷുഗറാണ്. ഈ ഫസ്റ്റ് കമ്പണൻറ്റും സെക്കൻഡ് കമ്പണൻറ്റും ഈ ലിക്വിഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിനൊരു അളവില്ലെങ്കിലോ കുടിക്കാൻ പറ്റുമോ? മധുരം കൂടിപ്പോയി, മധുരം കുറഞ്ഞു പോയി, കടുപ്പം കൂടിപ്പോയി, കടുപ്പം കുറഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇതൊരു പ്യുവർ എക്സാമ്പിളാണ് ഈ കട്ടൻ ചായ എന്ന് പറയുന്നത് സൊല്യൂഷന്. അപ്പോൾ അവിടെ ആ സൊല്യൂഷൻസിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള വാട്ടർ, അതുപോലെ തന്നെ തേയില, അതുപോലെ തന്നെ ഷുഗർ, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റേഷ്യോ, അതിൻ്റെ കമ്പോണൻസിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ലൈഫിൽ സൊല്യൂഷൻസ്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കമ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കമ്പോണൻസിൻ്റെ കോൺസെൻട്രേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ശരിക്കും നമ്മൾ പഠിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. എന്താണ് സൊല്യൂഷൻസിൻ്റെ കമ്പോണൻസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്, ആ കമ്പോണൻസിൻ്റെ അളവുകൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, പിന്നെ സൊല്യൂഷൻസിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മുടെ ലൈഫുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ് എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ പോർഷൻസ് എടുക്കുമ്പോൾ അത് നമ്മുടെ ലൈഫിലെ ഓരോ എക്സാമ്പിളുകളുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മളിവിടെ തുടങ്ങിയാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച ഒരു കാര്യം ഞാൻ ഒന്നുകൂടി റീകോൾ ചെയ്യണം കേട്ടോ. നമ്മൾ മാറ്ററിനെ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞ കൊല്ലം അല്ലേ. മാറ്ററിനെ ഫിസിക്കൽ നേച്ചർ അനുസരിച്ച് മൂന്നായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. മറിച്ച് കെമിക്കൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ, കെമിക്കൽ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്ററിനെ നിങ്ങൾ കഴിഞ്ഞ പോലെ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് പ്യുവർ സബ്സ്റ്റൻസ്, രണ്ടാമത്തത് മിക്സേഴ്സ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പ്യുവർ സബ്സ്റ്റൻസിനെ നിങ്ങൾ എന്താ ചെയ്തത്, എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ തിരിച്ചു. ഇപ്പുറത്ത് മിക്സേഴ്സ് നിങ്ങൾ രണ്ടായിട്ട് തിരിച്ചിരുന്നു +1 ഹോമോജീനിയസ് മിക്സർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സർ എന്നുള്ളത്. ഹോമോജീനിയസ് മിക്സർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സർ. ഹോമോജീനിയസ് മിക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ കമ്പോണൻസ് ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിക്സേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കടയിൽ നമ്മൾ ചിപ്സ് ഒക്കെ വാങ്ങുന്ന കൊടുത്ത് മിക്സർ വാങ്ങാറുണ്ടല്ലേ. അതെന്താണ്, അതിനകത്ത് ഒരുപാട് അതിനകത്ത് മറ്റേ കടല ഉണ്ടാവും, ചെറിയ പരിപ്പുണ്ടാവും, വേപ്പിലയുടെ കഷ്ണം ഉണ്ടാവും, അങ്ങനെ പല 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 സാധനങ്ങൾ ചേരുമ്പോഴാണ് അതിനെ മിക്സർ എന്ന് വിളിക്കുന്നത് അല്ലേ. കടയിൽ നമ്മൾ കുറിക്കാൻ വാങ്ങുമല്ലോ മിക്സർ, വൈകുന്നേരം ചായക്ക് കടിക്കാനായിട്ട് മിക്സർ വാങ്ങാമെന്നാണ് പറയുന്നത്. അപ്പോൾ മിക്സർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എന്താണ്, രണ്ടോ അതിലധികമോ സാധനം അതിനകത്ത് കിടപ്പുണ്ട്. ഒന്ന് മാത്രമാണെങ്കിൽ അതിന് മിക്സർ എന്ന് പറയൂല, കുറഞ്ഞത് 2 ഐറ്റമെങ്കിലും വേണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാത്തിനെയും നമ്മൾ മിക്സർ എന്നാണ് പറയുന്നത്. അതൊരു മിക്സർ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് അത് മിക്സറാണ്. ചായ മിക്സറാണ്. കാരണം എന്താണ്, അത് 2-ലധികം കമ്പോണൻസ് ഉണ്ട് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളമുണ്ട്, ഷുഗർ ഉണ്ട്, ടീ ഉണ്ട്. അപ്പോൾ അത് 3 കൂടി ചേർന്ന ഒരു മിക്സറാണത്. മിക്സറിനെ രണ്ടായിട്ടാണ് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം തിരിച്ചത്, ഹോമോജീനിയസ്, ഹെറ്ററോജീനിയസ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോ മീൻസ് സെയിം ആണ്, ഒരേ ജീനിയസ് മീൻസ് അതിൻ്റെ നേച്ചർ എന്താണ്, ത്രൂ ഔട്ട് സെയിം ആണ്. അതിൻ്റെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സെയിം ആണ്. അതിന് എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചത് സീ വാട്ടർ, എയർ ഒക്കെ എക്സാമ്പിളായിട്ടാണ് പഠിച്ചത്. ഹോമോജീനിയസ് മിക്സറിന് എക്സാമ്പിളായിട്ടാണ് പഠിച്ചത്. അതിൻ്റെ കോമ്പോസിഷൻ ഏത് പ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാലും സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ റൂമിനകത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇവിടെ നിന്ന് ഞാൻ ശ്വാസം എടുക്കുന്നു, എയർ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് തന്നെയായിരിക്കും കുറച്ചുകൂടെ മാറിക്കഴിഞ്ഞാലും കിട്ടുന്നത്. ആ മൂലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുറച്ചധികം ഓക്സിജൻ കിട്ടില്ല. ഈ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുറച്ചധികം ഹൈഡ്രജൻ, നൈട്രജൻ ഉണ്ടാകുമോ? ത്രൂ ഔട്ട് ഈ റൂം മൊത്തം അല്ലെങ്കിൽ എയറിൻ്റെ നോർമൽ കോമ്പോസിഷൻ ത്രൂ ഔട്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. നിങ്ങൾ കടലിൽ കുളിക്കാനിറങ്ങുമ്പോൾ കടലിലേക്ക് ഇറങ്ങി ചെന്നു, കുറച്ച് വെള്ളം എടുത്ത് വായിലേക്ക് വെച്ചു, ഉപ്പ് നോക്കി, അതിൽ സാൾട്ടിൻ്റെ അളവ്. കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് നോക്കി, അവിടെ ഉപ്പിൻ്റെ അളവ് സെയിം ആയിരിക്കും അല്ലേ. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി സെയിം ആയിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് ആ പ്രദേശം മൊത്തം പിന്നെ സീസ് തമ്മിൽ, ഓഷ്യൻസ് തമ്മിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു പ്രദേശത്ത് മൊത്തം എന്തായിരിക്കും ഉണ്ടാകുന്നത്, യൂണിഫോം കോൺസെൻട്രേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ത്രൂ ഔട്ട് കോമ്പോസിഷൻ എന്തായിരിക്കും, സെയിം ആണ് എങ്കിൽ അതിനെന്ത് വിളിക്കും, നമ്മൾ ഹോമോജീനിയസ് എന്ന് വിളിക്കും. ഹോമോ മീൻസ് സെയിം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹെറ്ററോജീനിയസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പോലെ പഠിച്ചതാണ് നിങ്ങൾ. ഹെറ്ററോജീനിയസിന് എക്സാമ്പിൾ എന്ത് വേണമെങ്കിലും പറയാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുന്നു. ഒരു പാത്രത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഇട്ടിട്ട് നിങ്ങൾ കൈയൊക്കെ ഇട്ട് അങ്ങോട്ട് ഇളക്കിയെന്ന് വെച്ചോളി. എന്നിട്ട് നിങ്ങൾ ഒരു പിടി അങ്ങോട്ട് എടുത്തു ഒരു വശത്തുനിന്ന് ഒരു പിടി എടുത്തു. ആ പിടി എടുത്തിട്ട് അതിനകത്തുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും എണ്ണി നോക്കുക. വേറൊരു സ്ഥലത്ത് നിന്ന്, ആ പാത്രത്തിൻ്റെ വേറൊരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒരു പിടി എടുക്കുക, അതിനകത്തുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും എണ്ണി നോക്കുക. സെയിം ആയിരിക്കുമോ? സെയിം ആയിരിക്കില്ല. കാരണം എന്താണ്, അത് യൂണിഫോം ആയിട്ടായിരിക്കില്ല മിക്സ് ചെയ്തിരിക്കുന്നത്. അതൊരു മിക്സറാണ്. കാരണം എന്താണ്, 2 അതിലധികമോ കമ്പോണൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഹെറ്ററോജീനിയസിന് എക്സാമ്പിൾ പറഞ്ഞാൽ 10 എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും എഴുതാമല്ലോ. എന്താണ്, അണ്ടിപ്പരിപ്പും കിസ്മിസും എഴുതാം, ഗ്രീൻ പീസും പയറും എഴുതാം, കടലയും ഗ്രീൻ പീസും എഴുതാം, മണ്ണും കടല എഴുതാം, അല്ലെ സാൻഡും ഗ്രീൻ പീസും, എന്ത് വേണമെങ്കിലും എഴുതാം. കാരണം എന്താണ്, ഇതൊന്നും തറലി മിക്സ് ആകൂല. അങ്ങനെ പ്യുവർലി മിക്സ് ആകാത്ത എന്തിനേയും നമുക്ക് ഏത് കാറ്റഗറിയിൽ വരുത്താം, ഹെറ്ററോജീനിയസ് മിക്സ്ചറിൻ്റെ കാറ്റഗറിയിൽ വരുത്താം. ഇത് ഇത്രയും ഞാൻ റീകോൾ ചെയ്താണ് നമ്മുടെ ടോപ്പിക്കുമായി സൊല്യൂഷൻസ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഈ കൊല്ലത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതല്ല. നമ്മൾ ഇക്കൊല്ലം പഠിക്കുന്നത് സൊല്യൂഷൻസിനെ കുറിച്ചാണ്. സൊല്യൂഷൻസിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒന്നാണ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹോമോജീനിയസ് മിക്സ്ചറാണ്.
ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഒരേപോലെ കോമ്പോസിഷനുള്ള കമ്പോണൻസിൻ്റെ അളവ് ഒരേപോലെ ആണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്തെന്ന് സൊല്യൂഷൻസ് എന്നുള്ളത്. സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കാരണവശാലും ഈ ലിക്വിഡ് കലക്കുന്ന ചായ കലക്കുന്ന സൊല്യൂഷൻ മാത്രം വരരുത് കേട്ടോ. സൊല്യൂഷൻസ് പലതരത്തിലുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ സൊല്യൂഷൻസ് ഏതൊരു സൊല്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തുള്ള കമ്പോണൻസിൻ്റെ കോൺസെൻട്രേഷൻ ത്രൂ ഔട്ട് എന്തായിരിക്കും? ത്രൂ ഔട്ട് സെയിം ആയിരിക്കും, ഹോമോജീനിയസ് ആയിരിക്കും. അതുകൊണ്ട് സൊല്യൂഷൻസ് എന്താണ് ശരിക്കും? ഹോമോജീനിയസ് മിക്സ്ചേഴ്സാണ്. സൊല്യൂഷൻസിൽ സാധാരണ 2 കമ്പോണൻസ് ആണുള്ളത്. നിങ്ങൾ കഴിഞ്ഞ പോലെ പഠിച്ചിട്ടുണ്ടാവും. അത് സൊല്യൂഷൻസിന് 2 കമ്പോണൻസ് ആണ്. മേജർ കമ്പോണൻറ്റിനെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള കമ്പോണൻറ്റിനെ നമ്മൾ സോൾവെൻറ്റ് എന്നാണ് പറയുന്നത്. അതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന കമ്പോണൻസിനെ നമ്മൾ വിളിക്കുന്നത് സോല്യൂട്ട് എന്നാണ്. സോല്യൂട്ട് ഒന്നാകാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാകാം. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ചായ തിളപ്പിക്കുന്നു, കട്ടൻ ചായ ഉണ്ടാക്കുന്നു, അതിൽ സോൾവെൻ്റ് ഏതാണ്? സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടറാണ്. നമ്മൾ വെള്ളമാണ് ആദ്യം എടുക്കുന്നത് അല്ലേ? അതിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തേയില ആഡ് ചെയ്യുന്നത്. നേരെ തിരിച്ചാണോ ചെയ്യാറുള്ളത്? തേയില എടുത്തിട്ട് അതിനകത്തേക്കാണോ? അല്ലല്ലോ. നമ്മൾ വെള്ളമാണ് മേജർ കമ്പോണൻറ്റ്. അല്ലാതെ ഒരുപാട് തേയില എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളമല്ലല്ലോ ആഡ് ചെയ്യുന്നത്, ആണോ? അല്ല, നമ്മൾ വെള്ളമാണ് കൂടുതൽ എടുക്കുന്നത് അല്ലേ? അപ്പം മേജർ കമ്പോണൻറ്റ് ഏതാണോ അതാണ് സോൾവെൻറ്റ്. അതാണ് സോൾവെൻറ്റ്. അതിനകത്തേക്ക് നമ്മൾക്ക് ആഡ് ചെയ്യുന്ന കമ്പോണൻസിനെ നമ്മൾ എന്ത് വിളിക്കും? സോല്യൂട്ട് എന്ന് വിളിക്കും. സോല്യൂട്ട് ആകാം അല്ലെങ്കിൽ മോർ ദാൻ 1 ആകാം. ഇപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ 2 സോല്യൂട്ട്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? തേയിലയും ഇടും, തേയില ആഡ് ചെയ്യും, അതുപോലെ തന്നെ ഷുഗറും ആഡ് ചെയ്യും. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, ഈ ചാപ്റ്ററിൽ നമ്മുടെ പഠനം ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി, ഈസി ആക്കാൻ വേണ്ടി നമ്മൾ എല്ലാ സൊല്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്നില്ല. നമ്മൾ ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ഒരു സോൾവെൻറ്റും ഒരു സോല്യൂട്ടുമുള്ള സൊല്യൂഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ബൈനറി സൊല്യൂഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് കട്ടൻ ചായ എന്ന് പറയൂലേ? വിത്തൗട്ട് കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ, വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷുഗർ ഇല്ലാത്ത കട്ടൻ ചായ അല്ലേ? അതാണ് പഠിക്കുന്നത്. കാരണം എന്താണ്? ചായ, ഷുഗർ ഇല്ലാത്ത കട്ടൻ ചായയിൽ എത്ര കമ്പോണൻസ് ഉണ്ട്? വെള്ളമുണ്ട്, തേയിലയുണ്ട് അല്ലേ? ഷുഗർ ഉണ്ടാവില്ല. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻസ്. അപ്പോൾ ഇനി ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് ബൈനറി സൊല്യൂഷൻ ആണോ വേണ്ടത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പ്രായമായ ആളുകൾക്കൊക്കെ മിക്കവാറും ബൈനറി സൊല്യൂഷൻ മതിയായിരിക്കും. കാരണം എന്താണ്? 2 കമ്പോണൻസ് മതി, വെള്ളവും തേയിലയും മാത്രം. ആ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. കാരണം മിക്സ് സൊല്യൂഷൻസിനെ കുറിച്ച് എല്ലാ കമ്പോണൻസും ഉള്ള സൊല്യൂഷൻസ്, പിന്നെ മോർ ദാൻ 1 കമ്പോണൻസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 3, 4, 5 കമ്പോണൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പഠനം എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം എന്തേ ഉള്ളൂ? ബൈനറി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ പാർട്ട് മാത്രമാണ് പഠിക്കുന്നത്. ബൈനറി സൊല്യൂഷൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെൻറ്റും ഉണ്ടാകും, ഒരു സോല്യൂട്ടും ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇനി സൊല്യൂഷൻസിനെ നമുക്ക് അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു വെറും ലിക്വിഡ് മാത്രമല്ല സൊല്യൂഷൻ, അതിൻ്റെ ഫിസിക്കൽ നേച്ചർ അനുസരിച്ച് നമുക്ക് പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും സൊല്യൂഷൻസിനെ. അപ്പോൾ അത് നിങ്ങൾ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ വൃത്തിയായിട്ട് പഠിക്കണം. കാരണം അതിൽ മാറി 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 എക്സാമ്പിളുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്, നമ്മുടെ ബോർഡ് എക്സാമുകൾക്കും സ്റ്റേറ്റ് എക്സാമുകൾ ഫൈനൽ എക്സാമുകൾക്കും ചോദിക്കാറുണ്ട്. ഏതെങ്കിലും എക്സാമ്പിൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ട് ചോദിക്കുക. അപ്പോൾ ആ ടേബിളിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. ഞാനത് പെട്ടെന്നൊന്ന് ഓടിച്ചു പറയാം. സൊല്യൂഷൻസിനെ 3 ആയിട്ടാണ് ഇതിനകത്ത് തിരിക്കുന്നത്. ഒന്ന് ഗേഷ്യസ് സൊല്യൂഷൻസ്, രണ്ടാമത്തെ ലിക്വിഡ് സൊല്യൂഷൻസ്, മൂന്നാമത്തത് സോളിഡ് സൊല്യൂഷൻസ്. ഗേഷ്യസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്, അത് ഏത് സ്റ്റേറ്റിലായിരിക്കും? അതിൻ്റെ സോൾവെൻറ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. സോൾവെൻറ്റ് അതായത് മേജർ കമ്പോണൻ്റ് എന്തായിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. സോല്യൂട്ടുകളോ? സോല്യൂട്ട് ഗ്യാസ് ആകാം, ലിക്വിഡ് ആകാം, സോളിഡ് ആകാം. ഇപ്പം മേജർ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു, ഗ്യാസ് ആണെന്ന് പറഞ്ഞു, അതിനകത്തേക്ക് വേറൊരു ഗ്യാസ് ആഡ് ചെയ്യുന്നു. എക്സാമ്പിൾ, നൈട്രജൻ ഗ്യാസിനകത്തേക്ക് ഓക്സിജൻ ഗ്യാസ് ആഡ് ചെയ്യുന്നു. ആ സൊല്യൂഷൻ ഇതിന് എക്സാമ്പിളാണ്, ഗേഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിളാണ്. അവിടെ സോൾവെൻ്റ് എന്താണ്? ഗ്യാസ് ആണ്. ആഡ് ചെയ്ത സോല്യൂട്ട് എന്താണ്? ഗ്യാസാണ്. ഗേഷ്യസ് സൊല്യൂഷൻ്റെ അതിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ സോൾവെൻ്റ് ഗ്യാസ് നൈട്രജൻ തന്നെ എടുത്തു, അതിനകത്തേക്ക് നമ്മൾ ക്ലോറോഫോം ആഡ് ചെയ്തു. ക്ലോറോഫോം ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ? CHCl3 ആണ് ക്ലോറോഫോം. ക്ലോറോഫോം നമ്മൾ ആഡ് ചെയ്തു, അതായത് ഗ്യാസിലേക്ക് നമ്മൾ ലിക്വിഡ് ആഡ് ചെയ്തു. അവിടെ നമുക്ക് എന്ത് കിട്ടും? ഗേഷ്യസ് സൊല്യൂഷൻ കിട്ടും. മൂന്നാമത്തെ കാറ്റഗറി നമുക്ക് പറയാൻ പറ്റുന്നത് ഗേഷ്യസ് സൊല്യൂഷൻ ആണ്, സോൾവെന്റ് ഗേഷ്യസ് സൊല്യൂഷൻ തന്നെയാണ്, നൈട്രജൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ക്യാംഫർ ആഡ് ചെയ്യും. നമ്മൾ കർപ്പൂരം എന്ന് പറയൂലേ, കർപ്പൂരം സോളിഡ് സ്റ്റേറ്റിലാണ്.
സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കർപ്പൂരമായിട്ടല്ല ആഡ് ചെയ്യുന്നത്. കർപ്പൂരത്ത് നമ്മൾ സബ്ലിമേഷൻ നടത്തും. സബ്ലിമേഷൻ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടാകും. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് ആക്കും. ലിക്വിഡ് ആകാതെ നേരിട്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് ആകുന്നതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സബ്ലിമേഷൻ വഴി ഉണ്ടാകുന്ന ക്യാംഫറിൻ്റെ വേപ്പറിനെ നൈട്രജനുമായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ സോളിഡ് എന്തിന് മിക്സ് ചെയ്യുന്നു? നൈട്രജൻ ഗ്യാസിൽ. അപ്പോൾ ഗ്യാസ് ആണ് മെയിൻ കമ്പോണൻറ്റ് എങ്കിൽ, സോൾവെൻറ്റ് എങ്കിൽ, അതിനകത്തേക്ക് എന്തെങ്കിലും മിക്സ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ഗേഷ്യസ് സൊല്യൂഷൻസ് എന്ന് വിളിക്കും. ഗേഷ്യസ് സൊല്യൂഷൻ. അപ്പോൾ നൈട്രജനും ഓക്സിജനും തമ്മിലുള്ളത്, നൈട്രജനും ക്ലോറോഫോമും തമ്മിലുള്ളത്, നൈട്രജനും ക്യാംഫറും തമ്മിലുള്ളത്. ഈ 3 എക്സാമ്പിൾ ഗ്യാസ് ലിക്വിഡ്, ഗ്യാസ് സോളിഡ്, ഗേഷ്യസ് സൊല്യൂഷൻസിന് എക്സാമ്പിളാണ്. നിങ്ങൾ ആ ടേബിൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തത് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. മെയിൻ കമ്പോണൻറ്റ് എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. അതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന സോല്യൂട്ട് ഗ്യാസ് ആകാം, ലിക്വിഡ് ആകാം, സോളിഡ് ആകാം. ഉദാഹരണത്തിന് വെള്ളം എടുത്ത്, വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഓക്സിജൻ ഡിസോൾവ് ചെയ്യുന്നു. ഓക്സിജൻ എന്ത് സ്റ്റേറ്റാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണല്ലേ. ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് ശരിക്കും അക്വാട്ടിക് ലൈഫ്. മീനൊക്കെ ബ്രീത്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത് എന്തുകൊണ്ടിട്ടാണ്? അക്വാട്ടിക് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ എന്തുകൊണ്ടിട്ടാണ്? ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ കൊണ്ടിട്ട്. അതായത് വാട്ടറിൽ എന്തുണ്ട്? ഓക്സിജൻ ഡിസോൾവ്ഡ് ആണ് അല്ലേ? അതുകൊണ്ടിട്ടാണ് അക്വാട്ടിക് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ മേജർ കമ്പോണൻറ്റ് വാട്ടർ ആണ്. അതിനകത്തേക്ക് ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നു. അത് ലിക്വിഡ് സൊല്യൂഷൻ്റെ ഫസ്റ്റ് കാറ്റഗറിയാണ്. സെക്കൻഡ് കാറ്റഗറി വാട്ടർ അവിടെ സോൾവെൻ്റ് ആയിട്ട് മേജർ കമ്പോണൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതിനകത്തേക്ക് കുറച്ച് ലിക്വിഡ് ആഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന് എത്തനോൾ, ആൽക്കഹോൾ. ഒരു ആൽക്കഹോൾ ആഡ് ചെയ്യുന്നു. മദ്യപിക്കുന്ന കണ്ടിട്ടില്ലേ? മദ്യപിക്കുമ്പോൾ ആ ആൽക്കഹോളിൻ്റെ കൂടെ വെള്ളം ആഡ് ചെയ്യുന്നല്ലോ. അപ്പോൾ രണ്ടും ലിക്വിഡ് സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ മേജർ കമ്പോണൻറ്റ് വാട്ടർ ആണ് എങ്കിൽ അത് ലിക്വിഡ്, മേജർ കമ്പോണൻറ്റ് വാട്ടർ ആണ്, അതിനകത്തേക്ക് വേറെ ലിക്വിഡ് ആഡ് ചെയ്യുന്നു എന്നുള്ളൂ. അതും ലിക്വിഡ് സൊല്യൂഷന് എക്സാമ്പിളാണ്. ഇനി ലിക്വിഡ് എടുത്തു മൂന്നാമത്, അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗ്ലൂക്കോസ് പൊടി ആഡ് ചെയ്യുന്നു. ഗ്ലൂക്കോസ് എന്ത് സ്റ്റേറ്റ് ആണ്? സോളിഡ് സ്റ്റേറ്റ് ആണല്ലേ. അതിനകത്തേക്ക് കുറച്ച് ഗ്ലൂക്കോസ് പൊടി ഇട്ടിട്ട് ഞാൻ കലക്കുന്നു. അതപ്പോൾ എന്തായി? ലിക്വിഡാണ് മേജർ കമ്പോണൻറ്റ്, പക്ഷേ അതിനകത്തേക്ക് എന്ത് ചെയ്തു? സോളിഡ് ആഡ് ചെയ്തു. അപ്പോൾ ലിക്വിഡ് എടുത്ത് അതിനകത്തേക്ക് ഗ്യാസ് ആഡ് ചെയ്യാം, ഓക്സിജൻ. അതിനകത്തേക്ക് ലിക്വിഡ് ആഡ് ചെയ്യാം, ആൽക്കഹോൾ. അതിനകത്തേക്ക് സോളിഡ് ആഡ് ചെയ്യാം, ഗ്ലൂക്കോസ്. ഇതെല്ലാം എന്തിലാണ് ഡിസോൾവ് ചെയ്യുന്നത്? ലിക്വിഡിലാണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ വിളിക്കുന്ന ലിക്വിഡ് സൊല്യൂഷൻസ് എന്നാണ്. അപ്പോൾ ഗേഷ്യസ് സൊല്യൂഷൻസ് പറഞ്ഞു, ലിക്വിഡ് സൊല്യൂഷൻസ് പറഞ്ഞു. മൂന്നാമത്തത് സോളിഡ് സൊല്യൂഷൻസ് ആണ്. സോളിഡ് സൊല്യൂഷൻസ് ഈസിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അനുസരിച്ചിട്ട് വളരെ ഈസിയാണ്. എന്താണ്? എക്സാമ്പിൾ പഠിച്ചാൽ മതി. സോളിഡ് ആയിരിക്കും, അതിനകത്തേക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ ഗ്യാസ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ലിക്വിഡ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ സോളിഡ് ആഡ് ചെയ്യും. ഉദാഹരണത്തിന് പലേഡിയം എടുത്തിട്ട് അതിനകത്തേക്ക് ഹൈഡ്രജൻ ഗ്യാസ് ആഡ് ചെയ്യുന്നു. പലേഡിയം സോളിഡ് സ്റ്റേറ്റ് ആണ്, അതിനകത്തേക്ക് അതൊരു മെറ്റൽ, അതിനകത്തേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ മിക്സറിനെ പല റിയാക്ഷൻസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. പല റിയാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട്, ഇതിൻ്റെ പ്രസൻസിൽ സ്പീഡപ്പ് ചെയ്യാനായിട്ട്, കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞുള്ള ചാപ്റ്ററുകളിൽ അത് പഠിക്കും. ഹൈഡ്രജൻ ഇൻ പലേഡിയം എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ കോമ്പിനേഷനാണത്. അതിനകത്ത് ചെയ്യുന്നത് പലേഡിയം സോളിഡ് സ്റ്റേറ്റ് ആണ്, അതിനകത്തേക്ക് എന്ത് ചെയ്യണം? ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ഇനി ഞാൻ വേറൊരു സോളിഡ് എടുത്തു, സോഡിയത്തിനകത്തേക്ക് ഞാൻ മെർക്കുറി ആഡ് ചെയ്യണം. അല്ലെങ്കിൽ സോഡിയത്തിൻ്റെയും മെർക്കുറിയുടെയും അമാൽഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രണ്ടോ അതിലധികമോ മെറ്റൽസ് ആഡ് ചെയ്യുമ്പോഴാണ് അലോയ്സ് കിട്ടുന്നത്. മെർക്കുറിയാണ് അതിന് ഒരു മെറ്റൽ എങ്കിൽ നമ്മൾ അതിനെ അലോയ്സിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് അമാൽഗം, കോമ്പിനേഷൻ, മിക്സർ. സോഡിയം മെറ്റലാണ്, അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? മെർക്കുറി ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, അറിയാലോ. ആ മെർക്കുറിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് കിട്ടുന്നു? മേജർ കമ്പോണൻറ്റ് എന്താണ്? സോളിഡ് ആണ്. അപ്പോൾ അത് സോളിഡ് സൊല്യൂഷൻസിൻ്റെ എക്സാമ്പിളാണ്. സോളിഡ് സൊല്യൂഷൻസിൻ്റെ തന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സോളിഡ് എടുത്തു, ഗോൾഡ് സോളിഡ് ആണല്ലോ. അതിനകത്തേക്ക് ഞാൻ വേറൊരു സോളിഡ് ആഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന് കോപ്പർ ആഡ് ചെയ്യുന്നു. നമുക്കറിയാലോ, ഈ 24 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്യുവർ ഗോൾഡാണ്, അല്ലെ 99.9% പ്യൂരിറ്റി ഉള്ളതിനെയാണ് നമ്മൾ 24 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറയാറുള്ളത്, അല്ലേ? ശരിക്കും ഗോൾഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത് വളരെ സോഫ്റ്റാണ്. പ്യുവർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. അത് വെച്ചിട്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ കഴിയില്ല. അത് വെച്ചിട്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അത് കട്ടി കൂടാൻ വേണ്ടിയിട്ട്, ഹാർഡാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് മറ്റ് മെറ്റൽസ് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോപ്പർ ആഡ് ചെയ്യും. കോപ്പർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊന്നും കൂടി സ്ട്രോങ് ആകും, ഹാർഡാകും. അപ്പോൾ കോപ്പർ എന്താണ്? സോളിഡാണ്.
ഗോൾഡ് എന്താണ്? സോളിഡാണ്. അപ്പോൾ സോളിഡുമാണ്. അപ്പോൾ സോളിഡിനകത്തേക്ക് ഗ്യാസ് ആകാം ഹൈഡ്രജനെ പോലെ, അല്ലെങ്കിൽ സോളിഡിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഡ് ആകും മെർക്കുറിയെ പോലെ, അല്ലെങ്കിൽ സോളിഡിനകത്തേക്ക് സോളിഡ് ആകാം ഏത്? കോപ്പറിനെ പോലെ. അപ്പോൾ ഈ കോമ്പിനേഷനും നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ മൂന്നായിട്ട് നമുക്ക് പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ട് നമുക്ക് സൊല്യൂഷൻസിനെ തിരിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിൽ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ കുറേ വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് മാത്രമല്ല വരേണ്ടത്. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സർ ആകാം. നമ്മളിവിടെ ബൈനറി സൊല്യൂഷൻസാണ് പറയുന്നത്. അത് ഗ്യാസിനകത്തേക്ക് ഗ്യാസ് സോളിഡ് ലിക്വിഡ് ആകാം, ലിക്വിഡിനകത്തേക്ക് ഗ്യാസ് സോളിഡ് ലിക്വിഡ് ആകാം, സോളിഡിനകത്തേക്ക് ഗ്യാസ് സോളിഡ് ലിക്വിഡ് ആകാം. എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ യൂണിഫോം കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് എങ്കിൽ, ത്രൂ ഔട്ട് യൂണിഫോം കോൺസെൻട്രേഷൻ ആണ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മൾ സൊല്യൂഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ ബൈനറി സൊല്യൂഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ ടേബിളിൽ കാണുന്നത്. ഗേഷ്യസ് സൊല്യൂഷൻസ്, ലിക്വിഡ് സൊല്യൂഷൻസ്, സോളിഡ് സൊല്യൂഷൻസ്. അടുത്തൊരു പോയിന്റ്, നമ്മൾ ഈ സൊല്യൂഷൻസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ, അതിൻ്റെ ഗാഢത എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഓരോ കമ്പോണൻസും എന്തുമാത്രം ഉണ്ട് എന്ന് രേഖപ്പെടുത്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 തരത്തിൽ നമുക്ക് കോൺസെൻട്രേഷൻ ബ്രോഡ്ലി നമ്മൾ 2 തരത്തിലാണ് സാധാരണ പറയാറുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻ്റ് ആയിട്ട് പറയും, ഒന്ന് ക്വാളിറ്റേറ്റീവ് മെഷർമെൻ്റ് ആയിട്ട് പറയും. ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ നമ്മൾ 2 വാക്കാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഒന്ന് സൊല്യൂഷൻ ഡൈലൂട്ടഡ് ആണോ അല്ലെങ്കിൽ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആണോ എന്ന് ചോദിക്കും. ഡൈലൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഢത കുറവാണ്, കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഢത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ നമ്മൾ ചായ തിളപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ ടീ ബാഗാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ടീ ബാഗ് അറിയില്ലേ, ടീ ബാഗ്, ആ ബാഗ് ഉപയോഗിച്ചിട്ടാണ് ഓരോ ഗ്ലാസ് ചൂടുവെള്ളം എടുത്തു, തിളച്ച വെള്ളം എടുത്തു, അതിനകത്തേക്ക് ഒരു ബാഗാണ് ഒരു ഗ്ലാസ്സിലിടുന്നതെങ്കിൽ ഇപ്പുറത്തെ ഗ്ലാസ്സിൽ 3 ബാഗ് നമ്മൾ ഇട്ടെന്ന് വെച്ചോളൂ, ടീ ബാഗ്. അപ്പോൾ ഏതിനകത്തായിരിക്കും കടുപ്പം കൂടുതൽ? ഈ 3 ബാഗ് ഇട്ടെടുത്ത് കടുപ്പം കൂടുതലായിരിക്കും, ഇവിടെ കടുപ്പം കുറവായിരിക്കും അല്ലേ? ഇതിന് നമ്മൾ ഡൈലൂട്ടഡ് എന്ന് പറയും. ഡൈലൂട്ടഡ്. ഇവിടെയുള്ളതോ? ഇവിടെ കോൺസെൻട്രേറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം ഈ ആസിഡുകളെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡേഞ്ചർ ആണല്ലോ. പക്ഷെ നമ്മൾ കെമിസ്ട്രി ലാബിൽ ആസിഡ് ഉപയോഗിക്കാറുണ്ട് ഉണ്ടല്ലോ. നമുക്ക് അപകടമൊന്നും പറ്റിയാലും വലിയ കാര്യമായിട്ടൊന്നും പറ്റാറില്ല. നമ്മുടെ കെമിസ്ട്രി ലാബിൽ, +2 കെമിസ്ട്രി ലാബിലൊന്നും ആസിഡുകൾ, കാരണം എന്താണ്? ആ ആസിഡുകളൊക്കെ ഡൈലൂട്ടഡ് ആണ്. അവിടെ തന്നെ സ്റ്റോർ റൂം ഉണ്ടാവും. നിങ്ങളുടെ ലാബിൽ വേറൊരു സെപ്പറേറ്റ് റൂം ഉണ്ടാവും, ഈ കെമിക്കൽസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റൂം. അവിടെ ചെന്ന് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെന്ന് നോക്കാമെങ്കിൽ കാണാൻ പറ്റും എന്ത്? അവിടെ മെയിൻ ബോട്ടിൽസ് ഇരിപ്പുണ്ടാവും. അത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അവിടെ ഗാഢത അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് വാട്ടർ ആഡ് ചെയ്ത് ഡൈലൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡൈലൂട്ടഡ് ആയിട്ടുള്ള കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണെങ്കിൽ ഈ 3 ടീ ബാഗ് ഇട്ട ഗ്ലാസ്സിനകത്തെ കുറച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലോ അതും ഇതുപോലെ തന്നെ എന്തായി? ഡൈലൂട്ടഡായി. അപ്പോൾ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമുക്ക് 2 ടേം ഉപയോഗിക്കാം. എങ്ങനെയാണ്? ഒന്ന് ഡൈലൂട്ടഡ് സൊല്യൂഷൻ, രണ്ടാമത്തത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഇത് നമ്മൾ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ലാബിൽ ബോട്ടിൽസിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ HCl, എന്നിട്ട് ബ്രാക്കറ്റിൽ ഡൈലൂട്ടഡ് എന്ന് എഴുതിയിട്ടുണ്ടാകും, DIL എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും ചിലപ്പോൾ, ഡൈലൂട്ടഡ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈലൂട്ടഡ് ആസിഡ്സുകളാണ് പൊതുവേ. ആൽക്കലീസ് ആസിഡ്സും ഒക്കെ ഡൈലൂട്ടഡ് സ്റ്റേറ്റിലാണ് നമ്മൾ പൊതുവേ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞത് അത് അതിൻ്റെ ക്വാളിറ്റേറ്റീവ് എക്സ്പ്രഷനാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മൾ ക്വാളിറ്റേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എന്തുമാത്രം അളവുണ്ട് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. സൊല്യൂഷൻസിൻ്റെ ആ അളവ് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാനിറ്റൈസർ എല്ലാവരും വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് അല്ലേ? സാനിറ്റൈസർ, കൈ കഴുകുന്ന സാനിറ്റൈസർ വളരെ ഇമ്പോർട്ടൻ്റാണ്. സാനിറ്റൈസർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ ഈ സാനിറ്റൈസർ, ഹോം മെയ്ഡ് സാനിറ്റൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് പറയുന്ന ഒരു കാര്യം 60 to 70% എന്തുണ്ടാകണം? ആൽക്കഹോൾ ഉണ്ടാകണം. ആ അളവ്, ആ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? എങ്കിലേ ഈ വൈറസിനെ അത് റബ്ബ് ചെയ്ത് കളയുള്ളൂ, കയ്യിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിസിൻസിൻ്റെ കേസിലാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ചെറിയ വേരിയേഷൻ മതി, ഭയങ്കര അപകടം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ ക്വാണ്ടിറ്റി പറയുക, ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഈ അളവ് സൊല്യൂഷൻസിൻ്റെ എക്സ്പ്രസ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പല മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പല ടേംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ടേംസ് നമുക്ക് 7 എണ്ണം പഠിക്കാറുണ്ട്. വളരെ സിമ്പിളാണ്, പക്ഷേ 7 തരത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് മാസ് പെർസെൻറ്റേജ്, രണ്ടാമത്തത് വോളിയം പെർസെൻറ്റേജ്, തേർഡ് വൺ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, fourth one parts per million, fifth one mole fraction, then molarity, and the last one molality. ഇത് 7 എണ്ണം പല സാഹചര്യത്തിൽ അല്ലെങ്കിൽ പല പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പല സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാത്തിനും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ദൂരം അളക്കാൻ വേണ്ടിയിട്ട്, ദൂരം നമ്മുടെ ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു റൂമിൻ്റെ ഡിസ്റ്റൻസ് ആണ് അളക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റർ സ്കെയിൽ ഉപയോഗിക്കുള്ളൂ, മീറ്ററിലേ പറയുള്ളൂ, അതെ. പക്ഷേ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ദൂരം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീറ്ററിലല്ല പറയുന്നത്, ആണോ? അല്ല, നമ്മൾ കിലോമീറ്ററിലാണ് പറയുന്നത്, അല്ലേ? ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്കുള്ള ദൂരം നമ്മൾ കിലോമീറ്ററിലും അല്ല പറയണം, മൈൽസിലാണ് പറയുന്നത്, അല്ലേ? ഇതുപോലെ തന്നെയാണ് കോൺസെൻട്രേഷൻ നമുക്ക് പലതരത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അതിനകത്തുള്ള കമ്പോണൻസിൻ്റെ അളവ് പല തരത്തിലായിരിക്കും നമ്മൾ പല സാഹചര്യത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനുള്ള ടേംസ് ആണ് ഈ ഉള്ള 7 എണ്ണം. ഇത് നമ്മൾ എന്ത് ചെയ്യും? 1 by 1 ആയിട്ട് പറയണം. ഈ ചാപ്റ്ററിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിനകത്ത് ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ കൂടിയാണ്. ഏത്? ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനുള്ള സ്കില്ലുണ്ട് എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ളതും കൂടിയാണ്. അതുകൊണ്ട് ഈ ചാപ്റ്ററിലെ ഇക്വേഷൻസ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കണം. ഇതിൽ ഒന്നാമത്തതാണ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 100 പാർട്സിൽ എന്തുണ്ട് എന്നുള്ളതാണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ഇതിലും നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ്, 2 കമ്പോണൻറ്റാണ് ഉള്ളത്, ഒന്ന് മേജർ കമ്പോണൻറ്റും പിന്നെ ഒരു സോല്യൂട്ടും ആണല്ലോ ഉള്ളത്, അല്ലേ? അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് സോല്യൂട്ട്, ഈ കമ്പോണൻറ്റ് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. ഈ സൊല്യൂട്ടിൻ്റെ ആഡ് ചെയ്ത കമ്പോണൻറ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. അത് സൊല്യൂഷൻ ആക്കിയതിന് ശേഷം എന്തുമാത്രം മാസ് ഉണ്ടോ ഇൻറ്റു 100 കിട്ടുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 10% ഓഫ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ബൈ മാസ് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു. 10% ഓഫ് ഗ്ലൂക്കോസ് ബൈ മാസ്. അപ്പോൾ 10% ഗ്ലൂക്കോസ് വാട്ടറിൽ ഉണ്ടാക്കിയ സൊല്യൂഷൻ, ഗ്ലൂക്കോസ് സൊല്യൂഷനാണ് സിമ്പിളായിട്ട്. അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ബീക്കറിനകത്ത് ഒരു 90 ഗ്രാം വാട്ടർ എടുത്ത്, 90 ഗ്രാം വാട്ടർ, ഞാൻ ml അല്ല എടുത്തത്, ഗ്രാമാണ് എടുത്തത്, അതിൻ്റെ മാസാണ് എടുത്തത്. 90 ഗ്രാം വാട്ടർ എടുത്ത് അതിനകത്തേക്ക് 10 ഗ്രാം ഗ്ലൂക്കോസ് കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നു. ഇതിനകത്ത് മാസ് പെർസെൻറ്റേജ് ഓഫ് ഗ്ലൂക്കോസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റും മാസ് പെർസെൻറ്റേജ് ഓഫ് ഗ്ലൂക്കോസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ഗ്ലൂക്കോസ് ഇൻ ദ സൊല്യൂഷൻ, അല്ലേ? മാസ് ഓഫ് ദ കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഗ്ലൂക്കോസ് ആണ് ആ കമ്പോണൻറ്റ്. മാസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ സൊല്യൂഷൻ എത്രയാണ്? 10 into 100 divided by total mass of the solution. Total mass of the solution എത്രയാണ്? 90 ഗ്രാം വാട്ടർ ഉണ്ട്, 10 ഗ്രാം ഗ്ലൂക്കോസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 100 ഗ്രാം ആയി. അപ്പോൾ 100 ഗ്രാമിൽ എത്ര ഗ്രാം ആണ് സോല്യൂട്ട് ഉള്ളത്? ആ പെർസെൻറ്റേജിനെയാണ് മാസ് പെർസെൻറ്റേജ്. ഈസിയാണ്. 100 ഗ്രാം സൊല്യൂഷൻ, അതിൽ എത്ര ഗ്രാം സോല്യൂട്ട് ഉണ്ട്? രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് 100 ഗ്രാം. അതായത് സൊല്യൂഷൻ 100 ഗ്രാം എടുത്താൽ അതിൽ എത്ര ഗ്രാം സോല്യൂട്ട് ഉണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ മാസ് പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോം എഴുതുമ്പോൾ അറിയാൻ പറ്റും, W/W ആണ്. അതായത് W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് സോല്യൂട്ടാണ്, താഴത്ത് വെയിറ്റ് ഓഫ് സൊല്യൂഷനാണ്. അപ്പോൾ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോല്യൂട്ടും സോൾവെൻറ്റും കൂടി ആഡ് ചെയ്തതാണ്. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ഈ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട്. ഇൻഡസ്ട്രിയൽ കെമിക്കൽസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ, ബ്ലീച്ചിങ് സൊല്യൂഷൻ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ബ്ലീച്ചിങ് സൊല്യൂഷൻ. അത് 3.62 മാസ് പെർസെൻറ്റേജ് ആണ്. 3.62 മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് പെർസെൻറ്റേജ് ഓഫ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ബ്ലീച്ചിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ബ്ലീച്ചിങ് സൊല്യൂഷൻ്റെയൊക്കെ ബോട്ടിലിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ എഴുതിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ മാസ് പെർസെൻറ്റേജിലായിരിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് മാസ് പെർസെൻറ്റേജ് എന്നുള്ളതാണ്. അതായത് 100 ഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഗ്രാം, 100 ഗ്രാം സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഗ്രാം സോൾവെന്റ് എന്നുള്ളത്, സോല്യൂട്ട് എന്നുള്ളത്. സോല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ മാസ്. ക്ലിയർ ആണല്ലോ? അതാണ് W/W. രണ്ടാമത്തത് വോളിയം പെർസെൻറ്റേജ് ആണ്. ഇവിടെയും സെയിം ആണ്.
നേരത്തെ മാസ് പെർസെൻറ്റേജ് പറഞ്ഞു, വോളിയം പെർസെൻറ്റേജ്. വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ml സൊല്യൂഷനിൽ എത്ര ml സൊല്യൂട്ട്, 100 ml സൊല്യൂഷനിൽ എത്ര ml സൊല്യൂട്ട്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. വോളിയം പെർസെൻറ്റേജ് ഓഫ് ദ കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 അല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് 10% ഓഫ് എത്തനോൾ ഇൻ വാട്ടർ, 10% ഓഫ് എത്തനോൾ സൊല്യൂഷൻ ഇൻ വാട്ടർ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 90 ml വാട്ടർ എടുക്കുന്നു, അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? 10 ml എത്തനോൾ ആഡ് ചെയ്യുന്നു. 10 ml എത്തനോൾ ആഡ് ചെയ്തു. ഇനി ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ എങ്ങനെയാണ്? വോളിയം പെർസെൻറ്റേജ് ഓഫ് ദ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം പെർസെൻറ്റേജ് ഓഫ് എത്തനോൾ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എത്തനോൾ ഇൻ സൊല്യൂഷൻ എത്രയാണ്? 10 ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എത്രയായി? 90 + 10 ആണ്, 100 ആയല്ലേ. 100 × 100 മുകളിൽ, കാരണം എന്താണ്? പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട്. എത്ര കിട്ടി? 10 കിട്ടി. അപ്പോൾ 10% ഓഫ് എത്തനോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ml വാട്ടർ എടുക്കുന്നു, അതിനകത്തേക്ക് 10 ml ആഡ് ചെയ്യുന്നു, ടോട്ടൽ അപ്പോൾ 100 ml ആയി. 100 ml സൊല്യൂഷനിൽ എത്ര ml ആണ് എത്തനോൾ ഉള്ളത്? 10 ml ആണ്. അപ്പോൾ 10% ആയി. 5 ml ആണെങ്കിൽ 5% ആയി. ഇവിടെ വോളിയം ബൈ വോളിയം ആണ് അല്ലേ. പിന്നെ പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ് ഡിനോട്ട് ചെയ്യുന്നത് V/V എന്നാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. V/V. കാരണം എന്താണ്? വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. പെർസെൻറ്റേജ് കിട്ടാൻ നമ്മൾ ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്യും. ഈ വോളിയം പെർസെൻറ്റേജ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 35% ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഒരു ആൻറ്റിഫ്രീസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. 35% ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ, അങ്ങനെ ആ ലിക്വിഡിൻ്റെ പെർസെൻറ്റേജ് നമ്മളിങ്ങനെ 35%, എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും V/V. അതിനർത്ഥം എന്താണ്? V/V എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടും ലിക്വിഡ് സ്റ്റേറ്റിലാണ്, വോളിയം ഓഫ് സൊല്യൂട്ട് ആണ് മുകളിലുള്ളത്, വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് താഴെയുള്ളത് എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ മാസ് പെർസെൻറ്റേജ്, രണ്ടാമത്തത് വോളിയം പെർസെൻറ്റേജ്, മൂന്നാമത്തത് ഇത് രണ്ടും കൂടി ചേർന്നതാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം. വോളിയം 100 ml ആണ് സൊല്യൂഷൻ. 100 ml സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട്, അതിൻ്റെ മാസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം W/W പറഞ്ഞു അല്ലേ, അത് കഴിഞ്ഞ് പിന്നെ V/V പറഞ്ഞു. ഇത് W/V ആണ്, അതായത് മുകളിലെ സൊല്യൂട്ടിൻ്റെ അളവ് നമ്മൾ മാസിലാണ് പറയുന്നത്, താഴത്തെ സൊല്യൂഷൻ്റെ അളവ് എങ്ങനെയാണ്? ml, വോളിയത്തിലാണ് പറയുന്നത്. അപ്പോൾ 100 ml എടുത്താൽ അതിനകത്ത് എന്തുമാത്രം മാസ് സൊല്യൂട്ട് ഉണ്ടോ ഇൻറ്റു 100, ദാറ്റ് വിൽ ഗീവ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ ഇത് മൂന്ന് സിമ്പിളാണ് അല്ലേ. വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ്, മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ 100 gram സൊല്യൂഷൻ. വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ 100 ml സൊല്യൂഷൻ. മാസ് ബൈ വോളിയം അതാണ് മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ml സൊല്യൂഷനിൽ എന്തുമാത്രം മാസ് ഓഫ് സൊല്യൂട്ട്. ഇത് മൂന്നുമാണ് സിമ്പിളായിട്ടുള്ള എക്സ്പ്രഷൻസ്. ആദ്യത്തെ 7 എണ്ണത്തിനകത്ത് ആദ്യത്തെ 3 ഞാൻ ഈ പറഞ്ഞത്. നാലാമത്തതാണ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ, ppm എന്ന് പറയും. ഇത് നമ്മൾ സാധാരണ വളരെ മൈന്യൂട്ടായിട്ടുള്ള ട്രേസ് കോൺസെൻട്രേഷനുള്ള ട്രേസ് എലമെൻറ്റ്സ് എന്നൊക്കെ സാധാരണ പറയുന്നത്, അത് എമൗണ്ട് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് പാർട്സ് പെർ മില്യൺ. ഉദാഹരണത്തിന് ഈ പൊല്യൂഷൻസ്, എയർ പൊല്യൂഷൻസ്, അതുപോലെ തന്നെ സോയിൽ പൊല്യൂഷൻസ്, വാട്ടർ പൊല്യൂഷൻസ് ഒക്കെ ഈ പൊല്യൂട്ടൻസിൻ്റെ അളവ്, കണ്ടാമിനൻസ് വളരെ കുറവായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു സോയിൽ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ മണ്ണിലുള്ള പൊല്യൂട്ടൻസിൻ്റെ കണ്ടാമിനൻസിൻ്റെ അളവ്, അല്ലെങ്കിൽ വാട്ടർ കണ്ടാമിനൻസ്, ഒരു സ്ഥലത്ത് നമ്മൾ പുഴയിലെ വെള്ളം എടുത്ത് പരിശോധിക്കുന്നത് അതിനകത്തുള്ള ഓരോ കണ്ടാമിനൻസ്, അതായത് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളുടെ അളവ് വളരെ 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 കുറവായിരിക്കും. ട്രേസ് ആയിട്ട് നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില എലമെൻറ്റ്സ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ ഒന്നും പറയാൻ മാത്രമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ 2 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ പറയാൻ മാത്രം അളവൊന്നും ഉണ്ടാവില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 100 പാർട്സ് എടുത്താലും കാര്യം ഉണ്ടാവില്ല. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ എന്താണ്? 100 പാർട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര പാർട്ട്, അതാണല്ലോ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ വളരെ ട്രേസ് ആണ് എമൗണ്ട് എങ്കിൽ, വളരെ കുറവാണ് എമൗണ്ട് എങ്കിൽ, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പാർട്സ് പെർ മില്യൺ. ആ വാക്കിൽ തന്നെ ഉണ്ട് മില്യണിൽ എത്ര പാർട്സ്. മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്, 10 lakhs അല്ലേ. 1 മില്യൺ പാർട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പാർട്ടാണ് ഈ കോമ്പൗണ്ട് ഉള്ളത്, ഈ കമ്പോണൻസ് ഉള്ളത്. അതായത് 1 മില്യൺ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് എന്തുമാകാം. 1 മില്യൺ ആണ് സൊല്യൂഷൻ്റെ പാർട്ടെങ്കിൽ അതിൽ സോല്യൂട്ട് എത്ര, അല്ലെങ്കിൽ കമ്പോണൻ്റ് എത്ര എന്ന് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
പാർട്സ് പെർ മില്യൺ, ppm എന്ന് പറയുന്നത്. ppm കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. പാർട്സ് പെർ മില്യൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദി കമ്പോണൻസ് എത്രയുണ്ട് ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ ആ സൊല്യൂഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദ കമ്പോണൻസ് ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂഷനിൽ മൊത്തം എത്ര കമ്പോണൻസ് ഉണ്ട് എന്നുള്ളത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ സീ വാട്ടറിനകത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ്, സീ വാട്ടറിലുള്ള ഡിസോൾവ് ഓക്സിജൻ, ഇപ്പോൾ നമ്മൾ ഒരു ലിറ്റർ സീ വാട്ടർ എടുത്താൽ, കടൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് ശരിക്കും 0.006 ഗ്രാമാണ്. 0.006 ഗ്രാമാണ് ഒരു ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് വളരെ ചെറിയൊരു അളവാണല്ലോ. ഒരു ലിറ്ററിനകത്ത് 0.006 ഗ്രാമേ ഉള്ളൂ. ഒരു ലിറ്റർ എന്ന് വെച്ചാൽ എന്തുമാത്രം മാസ് ഉണ്ടെന്നറിയോ? ഒരു ലിറ്റർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ മാസ് നോക്കുമ്പോഴത്തേക്കും 1030 ആണ്, 1030 ഗ്രാമാണ്. ഇത് ഞാൻ വേറൊരു തരത്തിൽ എഴുതാൻ പോകുന്നു. 1030 ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാൽ, സീ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.006 ഗ്രാം ഉണ്ട് എന്ന് മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? എങ്കിൽ 10⁻⁶ ഗ്രാം ഞാൻ എടുത്താൽ അതിനകത്ത് എത്ര ഗ്രാം ഓക്സിജൻ ഉണ്ടാവും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ ഈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എക്സ് ഈസ് ഈക്വൽ ടു 0.006 ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ 1030, ദാറ്റ് ഈസ് ഈക്വൽ ടു 5.82 ഗ്രാംസ് എന്ന് വരും അല്ലേ? അതായത് 10⁻⁶ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ, 10⁻⁶ ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 5.82 ഗ്രാം ആണ് എന്തുള്ളത്? ഡിസോൾവ്ഡ് ഓക്സിജൻ ഉള്ളത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 5.82 ppm ആണ് എന്ന് പറയും. 5.82 ppm ആണെന്ന് പറയും. അതായത് 10⁻⁶ അത്രയും പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുമാത്രം സോല്യൂട്ട് ഉണ്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. വളരെ ചെറിയ എമൗണ്ട് ഉള്ള അളവുകളെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പാർട്സ് പെർ മില്യൺ. ppm എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ്റെ, എയർ പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എല്ലാം വരും. ഈ പൊല്യൂഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ അത് ഉപയോഗിക്കുന്നത്. ppm ആണ് കേട്ടോ, പാർട്സ് പെർ മില്യൺ ആണ്. ഇനി പാർട്സ് പെർ ബില്യൺ ഒക്കെ ഉണ്ട്, 10⁻⁹ ബില്യൺ. അപ്പോൾ വീണ്ടും വളരെ അളവ് കുറവാണെങ്കിൽ ട്രില്യൺ ഒക്കെ ഉണ്ട്, 10⁻⁻12. അതൊന്നും പഠിക്കാനില്ല നിങ്ങൾക്ക്. അത് അളവ് വളരെ കുറയുന്നതനുസരിച്ച് പാർട്സിൻ്റെ എണ്ണം കൂടി വരുമെന്നേ ഉള്ളൂ. നമുക്ക് പഠിക്കേണ്ടത് 10⁻⁶ ഉള്ള ppm ആണ്, പാർട്സ് പെർ മില്യൺ. മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 lakhs എന്നൊക്കെ. 1 million അറിയാലോ, 10 lakhs. അപ്പോൾ 10 lakhs പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുമാത്രം സോല്യൂട്ട് ഉണ്ടെന്നുള്ളതാണ് പാർട്സ് പെർ മില്യൺ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ട്രേസ് എമൗണ്ടിൽ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ കമ്പോണൻസ് ഉണ്ടാകുമ്പോൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റാണ്. അഞ്ചാമത്തത് മോൾ ഫ്രാക്ഷനാണ്. മോൾ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? മോൾ എന്താണെന്നുള്ളത്. നമ്മൾ ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈനറി സൊല്യൂഷൻസിൽ എത്ര കമ്പോണൻസ് ഉണ്ടാവും? 2 കമ്പോണൻറ്റ് ഉണ്ടാവും. ഉദാഹരണത്തിന് എയും ബിയും, അല്ലെങ്കിൽ ഷുഗർ പ്ലസ് വാട്ടർ പ്ലസ് ഷുഗർ എടുത്തോളി, 2 കമ്പോണൻറ്റ്. വെള്ളവും അതിനകത്തേക്ക് ഷുഗർ ഇട്ടിട്ട് കലക്കുന്നു. ആ ബൈനറി സൊല്യൂഷൻ ആണെന്ന് വിചാരിച്ചോളി. ഇതിനകത്ത് വെള്ളത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് എ ആണെന്നിരിക്കട്ടെ. ആ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് NA എന്നെടുക്കാം. ബി ഷുഗർ ആണെന്ന് വെച്ചോളി. ബിയുടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NB ആയിക്കോട്ടെ. നമ്പർ ഓഫ് മോൾസ് കഴിഞ്ഞ പോലെ നിങ്ങൾ ഡിനോട്ട് ചെയ്താണ്, സ്മോൾ ലെറ്റർ എ അതിൻ്റെ തൊട്ട് താഴത്തായിട്ടാണ് നമ്മൾ ആ കമ്പോണൻറ്റിൻ്റെ പേര് എഴുതുന്നത് അല്ലേ? അപ്പോൾ NA എത്രയാണെന്ന് കണ്ടുപിടിച്ചു, നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്രയാണെന്ന് നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഷുഗർ എത്രയാണെന്ന് അറിയാം. NAയും NBയും നമുക്കറിയാം. അങ്ങനെയാണ് എങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ, മോൾ ഫ്രാക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ X കൊണ്ടിട്ടാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണൻസ്. അപ്പോൾ എന്തൊക്കെ വരും അവിടെ? എയും ബിയും വരും അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. ഈ റേഷ്യോയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ടോട്ടൽ കമ്പോണൻറ്റിൻ്റെ എത്ര ഫ്രാക്ഷനാണ് ആ പർട്ടിക്കുലർ കമ്പോണൻറ്റ്, ടോട്ടൽ സൊല്യൂഷനിലുള്ള എല്ലാ കമ്പോണൻസിൻ്റെയും നമ്പർ ഓഫ് മോൾസിൽ എത്രയാണ് ആ പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻസ്. നമ്മൾ ബൈനറിയെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് എയിലും ബിയിലും നിന്നത്.
ഇനി സി ഉണ്ടെങ്കിലോ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എൻ എ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എൻ ബി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സി എൻ സി എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ് എ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എക്സ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഓൾ ദ കമ്പോണൻസ് മോൾ ഫ്രാക്ഷൻ. എങ്ങനെയാണ്? എൻ എ പ്ലസ് എൻ ബി പ്ലസ് എൻ സി. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചോളി, എക്സ് ബി കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? മോൾ ബി വരും അല്ലേ, എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി പ്ലസ് എൻ സി. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് സി എക്സ് സി കണ്ടുപിടിക്കണമെന്ന് വെച്ചോളി, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? എക്സ് സി ഇസ് ഈക്വൽ ടു എൻ സി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സി എത്രയുണ്ടെന്ന് മോളിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻസ് എൻ എ പ്ലസ് എൻ ബി പ്ലസ് എൻ സി എന്ന് വരും. മനസ്സിലാവുന്നു? അപ്പോൾ ടോട്ടൽ മോൾ ഫ്രാക്ഷൻസ് എത്രയുണ്ടോ, എല്ലാ കമ്പോണൻസിൻ്റെയും മോൾസ് എത്രയുണ്ടോ അത് ആഡ് ചെയ്തിട്ട് അതിൽ എത്ര ഫ്രാക്ഷനാണ് ആ പർട്ടിക്കുലർ കമ്പോണൻറ്റ് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ മോൾ ഫ്രാക്ഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻസ് ആണ് മറ്റൊരു യൂണിറ്റ് സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതുകൂടി നമ്മൾ ഓർത്ത് വെക്കണം. ആറാമത്തതാണ് മൊളാരിറ്റി. ഇനി പറയുന്ന 6ഉം 7ഉം 6th 7th പോയിന്റ്സ് നിങ്ങൾ കഴിഞ്ഞ പോലെ പഠിച്ചതാണ്. മൊളാരിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ ലെറ്റർ എം. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഇൻ 1 ലിറ്റർ എന്നുള്ളതാണ്. 1 ലിറ്റർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് എത്രയുണ്ട് 1 ലിറ്റർ സൊല്യൂഷനിൽ എന്നുള്ളതാണ്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. എക്സാമ്പിൾ നിങ്ങൾ ലാബിലൊക്കെ ചിലപ്പോൾ കയറുമ്പോഴത്തേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും 0.25 m സോഡിയം ഹൈഡ്രോക്സൈഡ്, 0.25 മോളാർ. അതിന് എം ക്യാപിറ്റൽ എം എന്ന് വെച്ചാൽ മൊളാരിറ്റിയെ നമ്മൾ വിളിക്കുക മോളാർ എന്നാണ് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. 0.25 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 1 ലിറ്റർ സൊല്യൂഷനിൽ 0.25 മോൾസ് എന്തുണ്ട്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എത്രയാണ്? 0.25 ആണ്. അപ്പോൾ 0.25 മോളാർ എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിൽ ഇത്രയും മോൾസ്, നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ. അതാണ് മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മൊളാരിറ്റിയുടെ ഡെഫിനേഷൻ സിമ്പിളാണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഫസ്റ്റ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിക്വിഡ് ഇൻ ലിറ്റർ. 1 ലിറ്ററിൽ ആ സൊല്യൂഷൻ്റെ വോളിയം, മൊളാരിറ്റി. ഇനി 7ാമത്തത് ലാസ്റ്റ് മൊളാലിറ്റിയാണ്. അതിന് സ്മോൾ ലെറ്റർ എം കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. മൊളാലിറ്റി നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല ഈ യൂണിറ്റ്. മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻ്റാണ്. സോൾവെൻ്റ് 1 കിലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുമാത്രം സോല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് എത്രയാണെന്നുള്ളതാണ്. ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, മൊളാലിറ്റി ഇസ് ഈക്വൽ ടു മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. 1 കിലോഗ്രാമിൽ എന്തുമാത്രം സോല്യൂട്ട് ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് എത്രയുണ്ട്, മോൾസ് ആണ് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ആണ് മുകളിൽ, താഴത്ത് മാസുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്പർ ഓഫ് മോൾസ് താഴത്ത് മാസാണ്. നേരത്തെ എങ്ങനെയായിരുന്നു? നമ്പർ ഓഫ് മോൾസ് താഴത്ത് വോളിയം ആയിരുന്നു. ഇവിടെ നമ്പർ ഓഫ് മോൾസ് താഴത്ത് എന്താണ്? മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. എക്സാമ്പിൾ ഇപ്പോൾ 1 മോൾ പെർ കിലോഗ്രാം പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു കിലോഗ്രാം സോൾവെൻറ്റിനകത്ത് 1 മോൾ പൊട്ടാസ്യം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. 1 മോൾ പൊട്ടാസ്യം ക്ലോറൈഡ്, 1 മോൾ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 74.5 ഗ്രാം ആണ്. അത് നിങ്ങൾക്ക് ആ റിലേഷൻ കഴിഞ്ഞാലും പഠിച്ചിട്ടുള്ളതാണല്ലേ. 1 മോൾ എന്ന് പറഞ്ഞാൽ അതും അതിൻ്റെ മോളാർ മാസ് തമ്മിലുള്ള ബന്ധമൊക്കെ കഴിഞ്ഞാലും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഇത് ഓർത്തിരുന്നാൽ മതി. മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് ദ സോൾവെൻ്റ് ആണ്. ഓക്കെ. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ 1 ലിറ്റർ ആണ്. അവിടെ വോളിയമാണ്, രണ്ടാമത്തേതിനകത്ത് മാസാണ് എന്നുള്ള വ്യത്യാസം ഓർക്കണം. ഇങ്ങനെ 7 തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ് നമ്മൾ പൊതുവെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ഒന്നുകൂടി ഓർത്ത് നോക്കിയേ. മാസ് പെർസെൻറ്റേജ് അത് ഡിനോട്ട് ചെയ്യുന്നത് W/W ആണ്. വോളിയം പെർസെൻറ്റേജ് ഡിനോട്ട് ചെയ്യുന്നത് V/V ആണ്. മാസ് ബൈ വോളിയം ഡിനോട്ട് പെർസെൻറ്റേജ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? W/V ആണ്.
പാർട്സ് പെർ മില്യൺ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ppm എന്നാണ് പറയുന്നത്. മോൾ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ എക്സ് ആണ്. മൊളാരിറ്റി എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. മൊളാലിറ്റി നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ എം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 7 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. പലതരത്തിൽ നമുക്ക് കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുവെങ്കിലും ഇതിനകത്ത് മൊളാരിറ്റിയാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. മൊളാരിറ്റിയുടെ വേറൊരു പ്രത്യേകത അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളതാണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആകാൻ കാരണം അത് വോളിയം റിലേറ്റഡ് ആണ്. വോളിയം ടെമ്പറേച്ചർ തമ്മിൽ റിലേറ്റഡ് ആണല്ലോ. ബാക്കിയൊക്കെ മാസ് റിലേറ്റഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അത്ര കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ടു ടെമ്പറേച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും ബാക്കിയുള്ള എക്സ്പ്രഷൻസിനെ. പക്ഷേ മൊളാരിറ്റി നമ്മൾ പൊതുവെ ഹയർ സ്റ്റഡീസിനൊക്കെ ഉപയോഗിക്കുന്ന, പൊതുവെ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ മെത്തേഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ പറഞ്ഞ ഇത് വെച്ചിട്ടുള്ള കോൺസെൻട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിൻ്റെ സ്റ്റെപ്പിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിനകത്ത് നമുക്കത് പറയാം. അത് പറയുമ്പോൾ കുറച്ചുകൂടി +1 നിന്ന് കുറച്ചുകൂടി സാധനങ്ങൾ നമ്മൾ റീകോൾ ചെയ്ത് എടുക്കേണ്ടി വരും. മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ് കൂടി അത് ഞാൻ ആ സമയത്ത് പറയാം. അത് നിങ്ങളൊന്ന് വായിച്ച് ഇരിക്കുന്നത് നല്ലതാണ്. അതുകൂടി അറിയാമെങ്കിൽ നമുക്ക് ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട്, ഈ കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മൾ കുറച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്കാണ് ആ ചാപ്റ്ററിൽ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ബേസിക് കൺസെപ്റ്റുകൾ ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്കിത് ഈസി ആയിട്ട് തോന്നുള്ളൂ. പ്രത്യേകിച്ച് ഈ പിന്നെ കാൽക്കുലേഷൻ പാർട്ടൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് ബേസിക് കൺസെപ്റ്റ് കുറച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്താണ് ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസിലേക്ക് പോകും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ പോർഷൻസ് ഒന്ന് ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.